മൃതദേഹങ്ങളോട് അനാദരവ് കാണിച്ച് കണ്ണൂർ കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ള പയ്യാമ്പലം ശ്മശാനത്തെത്തിച്ച മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ മണിക്കൂറുകളോളം കാത്തുവെച്ചു. ചിരട്ട ഇല്ലെന്ന കാരണം പറഞ്ഞാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ വൈകിപ്പിച്ചത്. 3 മൃതദേഹങ്ങളുമായി ബന്ധുക്കൾ ശ്മശാന വളപ്പിൽ 2 മണിക്കൂറിലധികം കാത്തുനിന്നു. ചിതയൊരുക്കാൻ ചിരട്ടയില്ലെന്ന കാരണം പറഞ്ഞാണ് സംസ്കാരം വൈകിപ്പിച്ചത്. ചിരട്ടയെത്തിക്കാൻ ചുമതലയുള്ള കണ്ണൂർ കോർപ്പറേഷൻ കൈമലർത്തിയതോടെ മൃതദേഹവുമായി ബന്ധുക്കൾ പെരുവഴിയിലായി. സംഭവമറിഞ്ഞ് CPIM നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തി. വീടുകളിൽ നിന്ന് ചിരട്ടയെത്തിച്ച് മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് ബോഡി ഇറക്കാൻ നോക്കുമ്പോൾ ചിരട്ടയില്ല, അതുകൊണ്ട് ബോഡി താക്കലാണ് പറഞ്ഞു. എന്നിട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ചിരട്ട എടുക്കാൻ പോയിട്ടുണ്ടാണെന്ന് പറഞ്ഞു. നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു, ചിരട്ടയൊന്നുമില്ല. അതിൻ്റെ രണ്ടാമത് അന്വേഷിക്കാൻ പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ ചിരട്ടയുടെ സംഘടിപ്പിക്കുക, വേറെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പറഞ്ഞു അവിടെ ഇരിക്കുന്ന വ്യക്തി. അപ്പോൾ ഈ അവസ്ഥ മാറണം. ആദരവോടെ സംസ്കരിക്കേണ്ട മൃതദേഹങ്ങൾ പെരുവഴിയിലായതിന് കാരണം UDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ചൂണ്ടിക്കാട്ടി. ഞങ്ങളിവിടെ വന്നു നോക്കുമ്പോൾ 3 മൃതദേഹം, ഒന്ന് പള്ളിക്കുന്ന്, അതിരകം, അലവിൽ, ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ചുമതലക്കാരൻ ഇവരോട് പറയുന്നത് ചിരട്ടിയില്ല, എന്താ ചെയ്യാൻ കഴിയുക? കോർപ്പറേഷൻ്റെ തികഞ്ഞ അനാസ്ഥ. ടെൻഡർ വഴിയാണ് ചിരട്ടിയും വിറകും കോർപ്പറേഷൻ വാങ്ങുന്നത്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഇത് കൊടുത്തു വരുന്ന ആളുകളുണ്ട്. കാലാവധി കഴിഞ്ഞു, അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്തില്ല. അതോടൊപ്പം പുതിയ ടെൻഡർ ക്ഷണിച്ചുമില്ല. പ്രതീകാത്മകമായി മേയറുടെ ഓഫീസിന് മുന്നിൽ ചിരട്ടയെത്തിച്ച് LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. സർവത്ര അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ. അതിനിടയിലാണ് മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടിയ സംഭവവും ഉണ്ടായത്. ചിരട്ട എത്താത്തതിന് പിന്നിലും അഴിമതിയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്തിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.